അബുദാബി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഓട്ടോമേറ്റഡ് ട്രാവലർ ഡോക്യുമെന്റ്സ് ഓതന്റിക്കേഷൻ സിസ്റ്റം നിലവിൽ വന്നു. യാത്രക്കാർക്ക് ക്യൂവിൽ നിൽക്കാതെ വളരെ വേഗം എമിഗ്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ അവസരം ലഭിക്കുന്ന സംവിധാനമാണിതെന്ന് അധികൃതർ അറിയിച്ചു. എയർപോർട്ട് വാലിഡേറ്റ് സാങ്കേതികവിദ്യ മൊബൈൽ നമ്പർ സ്വയം പരിശോധിക്കുന്നതോടെ യാത്രക്കാരുടെ ബോർഡിംഗ് പാസ് യാത്ര പുറപ്പെടും മുൻപേ പ്രിന്റ് ചെയ്തെടുക്കാൻ കഴിയും. വിമാനത്താവളത്തിലൂടെ എളുപ്പത്തിലും ആത്മവിശ്വാസത്തോടെയും യാത്രക്കാർക്ക് പുതിയ സംവിധാനം വഴി യാത്രാ നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നതും പ്രധാന നേട്ടമാണെന്ന് അബുദാബി എയർപോർട്ട് ചീഫ് ഓപ്പറേറ്റേഴ്സ് ഓഫീസർ അഹമ്മദ് അൽ ഹദ്ദാബി പറഞ്ഞു. ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപവും വ്യക്തിഗത നിക്ഷേപങ്ങളും കൂടുതലായി ആകർഷിക്കാനായി നിലവിലുള്ള നിയമങ്ങൾ പലതും ഇന്ത്യ പരിഷ്കരിച്ചു വരികയാണെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചു. ദുബായിൽ പ്രഥമ ഇന്ത്യ UAE സാമ്പത്തിക ഫോറം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് തങ്ങുന്ന 1,10,000-ത്തിലധികം വരുന്ന അനധികൃത താമസക്കാരെ കണ്ടുപിടിക്കാനും ഇവരെ നാടുകടത്താനും രാജ്യവ്യാപക പരിശോധനയ്ക്ക് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. ഇതിനുവേണ്ടി മുഴുവൻ മന്ത്രാലയങ്ങളുടെയും ഏകോപനത്തോടെയായിരിക്കും പരിശോധനയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. രാജ്യത്തെ മൊത്തം അനധികൃത താമസക്കാരിൽ 28,000-ത്തോളം വരുന്ന ഇന്ത്യക്കാരുള്ളതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ 14 ലക്ഷം നിയമലംഘകരെ നാടുകടത്തിയതായി സൗദി ജവാസാത്ത് മേധാവി കേണൽ സുലൈമാൻ അലി യഹ്യ അറിയിച്ചു. അതിർത്തി വഴി നുഴഞ്ഞുകയറ്റം കുറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2 വർഷത്തിനിടെ 14 ലക്ഷം നിയമലംഘകരെ നാടുകടത്തിയതായി സൗദി ജവാസത്ത് മേധാവി കേണൽ സുലൈമാൻ അലി യഹ്യ അറിയിച്ചു. അതിർത്തി വഴി നുഴഞ്ഞുകയറ്റം കാര്യമായി കുറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നിയമലംഘകരെ തൽഹീർ വഴി കയറ്റിവിടുന്ന രീതി പുനഃപരിശോധിക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഇവരെ നാടുകടത്തുന്ന ചുമതല തർഹീലിനു പുറത്ത് തൊഴിലുടമയുടെയും നിയമലംഘകരായ തൊഴിലാളികളുടെയും ഉത്തരവാദിത്തത്തിൽ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സൗദി പൊതുസുരക്ഷാ വിഭാഗവുമായി സഹകരിച്ച് ഈ പദ്ധതി നടപ്പാക്കുന്നതിനെക്കുറിച്ചുള്ള നടപടികൾ തുടർന്നു വരികയാണ്. തർഹീൽ വഴി നാടുകടത്തൽ തിരിച്ചറിയൽ രേഖയില്ലാത്തവരെയും നുഴഞ്ഞുകയറ്റക്കാർക്ക് മാത്രമായി ചുരുക്കും. ഇക്കാരണത്താൽ നിയമലംഘകരെ ജോലിക്ക് വെക്കുന്നവർക്കും അവർക്ക് അഭയം നൽകുന്നവർക്കും ശിക്ഷയുടെ കാഠിന്യം വർദ്ധിപ്പിക്കും. ജവാസത്ത് കൗണ്ടറുകളിലും മറ്റും സിസ്റ്റം കേടാവുന്ന ഘട്ടത്തിൽ അവ പരിഹരിക്കുന്നതിന് പോർട്ടബിൾ മെഷീനുകൾ ഉപയോഗിക്കുന്ന സംവിധാനം പ്രയോജനപ്പെടുത്തുമെന്ന് ജവാസത്ത് മേധാവി പറഞ്ഞു. ജിദ്ദ കിങ് അബ്ദുള്ള അസീസ് വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് പരാതികളുണ്ടെങ്കിൽ ടെർമിനൽ ഹാളുകളിൽ വെച്ച് തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് പരിഹരിക്കാൻ കഴിയുന്ന സംവിധാനം ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദമാം. ശക്തി അബുദാബിയുടെ നേതൃത്വത്തിൽ ഉത്തര മലബാറിലെ അനുഷ്ഠാന കലയായ പൂരക്കളി സംഘടിപ്പിച്ചു. കേരള സോഷ്യൽ സെന്ററിൽ നടന്ന പൂരക്കളി അബുദാബി നിവാസികൾക്ക് വേറിട്ട കാഴ്ചയായി. പ്രശസ്ത പൂരക്കളി കലാകാരന്മാർ അവതരിപ്പിച്ച പൂരക്കളിയോടൊപ്പം മാധവ രത്നാകര പണിക്കർമാർ തമ്മിലുള്ള മറുത്തുകളിയും അരങ്ങേറി. ജൈവകൃഷിയിലേക്ക് മടങ്ങുക വഴി അർബുദ രോഗത്തെ ഒരു പരിധിവരെ മാറ്റി നിർത്താനാവുമെന്ന് പ്രശസ്ത ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ പറഞ്ഞു. റാസൽ ഖൈമ ഇന്ത്യൻ റിലീഫ് കമ്മിറ്റി ഒരുക്കിയ ക്യാൻസർ രോഗ ബോധവൽക്കരണ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് സെന്റർ ഫോർ റെസ്പോൺസിബിലിറ്റി ബിസിനസിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ ഹാപ്പിനെസ് ഇൻ ദി വർക്ക് പ്ലേസ് അവാർഡ് UAE എക്സ്ചേഞ്ചിന് ലഭിച്ചു. ദുബായ് അർമാനി ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ദുബായ് ചേംബർ വൈസ് ചെയർമാൻ ഹിഷാം അലിയിൽ നിന്ന് UAE എക്സ്ചേഞ്ച് പ്രസിഡന്റ് സുധീർ കുമാർ ഷെട്ടിയും കൺട്രി ഹെഡ് വർഗീസ് മാത്യുവും ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. കുവൈറ്റിലെ പ്രശസ്ത ഡയബറ്റീസ് ഗവേഷണ കേന്ദ്രമായ ദാസ്മാൻ ഡയബറ്റീസ് സെന്റർ ലോക പ്രമേഹ ദിനാചരണം നടത്തി. പ്രമേഹം നിയന്ത്രണത്തെക്കുറിച്ച് സെമിനാറുകളും അവബോധ ക്ലാസുകളും സംഘടിപ്പിച്ചു. കുവൈറ്റിലെ പ്രശസ്ത റീറ്റെയിൽ ശൃംഖലയായ ലുലു ഹൈപ്പർ മാർക്കറ്റ് ദീപാവലി ആഘോഷങ്ങളോടനുബന്ധിച്ച് രംഗോലി മത്സരം സംഘടിപ്പിച്ചു. അൽറായി ബ്രാഞ്ചിൽ നടന്ന മത്സരങ്ങൾ മാനേജ്മെന്റ് പ്രതിനിധികൾ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ദീപാവലി പ്രമോഷൻ വിൽപ്പന ഈ മാസം 14 വരെ തുടരും. സാംസ ബഹ്റിൻ ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച വർണ്ണോത്സവ് 2015 ചിത്രകലാ ക്യാമ്പ് ശ്രദ്ധേയമായി. കോൺകോർഡ് ഇന്റർനാഷണൽ ഹോട്ടലിലാണ് മത്സരങ്ങളും ക്യാമ്പും നടന്നത്. നിന്നുള്ള 20ഓളം കലാകാരന്മാരുടെ തത്സമയ സംഗീതത്തിന്റെ അകമ്പടിയോടെയാണ് ഗീത്മാല വേദിയിൽ അവതരിപ്പിക്കുന്നത്. പ്രശസ്ത ഗായകരായ നയൻഷാ, കൊച്ചിൻ ആസാദ്, അനിത ഷെയ്ഖ് എന്നിവരും ബഹ്റൈനിൽ നിന്നുള്ള ഗായകൻ രഞ്ജിത്ത് കുമാറുമാണ് ഗാനങ്ങളുമായി വേദിയിലെത്തുന്നത്. 20 വർഷത്തോളമായി ബഹ്റൈനിലെ സംഗീത നിശകളിൽ സജീവ സാന്നിധ്യമായിട്ടുള്ള പ്രശസ്ത കീബോർഡിസ്റ്റ് റഫീഖ് വടകരയാണ് സംഗീത പരിപാടി സംവിധാനം ചെയ്യുന്നത്. അനിൽ തിരൂർ, ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ. ജിദ്ദയിൽ ഇന്ന് രാവിലെ പെയ്ത കനത്ത മഴയിൽ ജിദ്ദയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ റോഡുകളെല്ലാം വെള്ളത്തിനടിയിലായി. മഴ മൂലം കനത്ത നാശനഷ്ടങ്ങൾ
ഉണ്ടായെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം ജിദ്ദ കിങ് അബ്ദുള്ള റോഡിലെയും കിങ് ഫഹദ് റോഡിലെയും അണ്ടർപാസുകളെല്ലാം അടച്ചു. മഴ കാരണം മിക്ക ഓഫീസുകളും രാവിലെ മുതൽ അടഞ്ഞു കിടന്നു. ജിദ്ദ ഫൈസാലിയ ഭാഗത്ത് വെള്ളത്തിൽ നിന്ന് ഇലക്ട്രിക് ഷോക്കേറ്റ് 2 അറബ് വംശജർ മരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ശക്തമായ മഴയും കാറ്റും ഇടിമിന്നലും കാരണം നിരവധി കെട്ടിടങ്ങൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കും കേടുപറ്റി. മഴ തുടർന്നും ഉണ്ടാകാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷകർ വെളിപ്പെടുത്തി. ഖത്തറിലെ പ്രമുഖ കലാപഠന കേന്ദ്രമായ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ 13ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആചരിക്കുന്നു. നവംബർ 13, 19, 20 തീയതികളിൽ ന്യൂ സലത്തയിലെ സ്കിൽ സെന്ററിൽ നടക്കുന്ന കലാപരിപാടികളിൽ 400ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് ഡയറക്ടർ PN ബാബുരാജൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷ പരിപാടിയിൽ കലാമണ്ഡലം രാജലക്ഷ്മി മുഖ്യാതിഥിയാകും. വാർത്താസമ്മേളനത്തിൽ പണ്ഡിറ്റ് സന്തോഷ് കുൽക്കർണി, സിലീബ്, കലാമണ്ഡലം ദേവി, കലാമണ്ഡലം സിംന തുടങ്ങിയവർ സംബന്ധിച്ചു. തൊഴിൽ പ്രശ്നങ്ങളിൽ കുടുങ്ങിയ 4 മലയാളികൾ നവോദയ ഇടപെടൽ മൂലം നാട്ടിലേക്ക് മടങ്ങി. തിരുവനന്തപുരം സ്വദേശി കുമാർ, കണ്ണൂർ സ്വദേശികളായ ധനേഷ് രാജ്, സഹദേവൻ, ജോഷി എന്നിവരാണ് വാഗ്ദാനം ചെയ്ത ശമ്പളവും ആനുകൂല്യവും ലഭിക്കാഞ്ഞതിനെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയത്. കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ടൈൽ ഫിക്സർ വിസയിൽ ജോലിക്കെത്തിയ ഇവർ സൗദി നടത്തുന്ന കൺസ്ട്രക്ഷൻ കമ്പനി ജോലിക്കാരായിരുന്നു. 7 മാസമായി ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് നിയമസഹായത്തിനായി നവോദയ ടൗൺ സാമൂഹ്യക്ഷേമ വിഭാഗം കൺവീനർ അയൂബ് കൊടുങ്ങല്ലൂരിനെ സമീപിക്കുകയായിരുന്നു. 7 മാസത്തിലധികം കേസുകളുമായി ദമാമിലെ 2 കോടതികളും ഇവർ കയറിയിറങ്ങി. കോടതി നേരിട്ട് വിളിച്ചിട്ടും കോടതിയിൽ ഹാജരാകാത്തതിനാൽ സ്പോൺസറുടെ എല്ലാവിധ സർക്കാർ സർവീസുകളും ഓൺലൈനിൽ ബ്ലോക്ക് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സ്പോൺസർ കോടതിയിൽ ഹാജരാവുകയും 1 മാസത്തെ ശമ്പളം നൽകാൻ നിർബന്ധിതനാവുകയും ചെയ്തു. 4 പേരുടെയും പാസ്പോർട്ട് സ്പോൺസറുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നവോദയ ഔട്ട് പാസ് സംഘടിപ്പിച്ച് നൽകുകയും ചെയ്തിരുന്നു. ഇവരുടെ സ്പോൺസറുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് 30ഓളം ഇന്ത്യക്കാരുടെ പാസ്പോർട്ട്, വിദേശികളുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോവുകയും ഇവർക്ക് നിയമാനുസൃതമായി നാട്ടിൽ പോകാൻ പാസ്പോർട്ട് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ കോടതിയുടെ വിധി വന്നതിന് ശേഷം നമ്മുടെ സംഘടനയുടെ ഇടപെടൽ മൂലം എംബസിയുമായിട്ടുള്ള സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഔട്ട് പാസ് ലഭിക്കുകയുണ്ടായിരുന്നു. 1 മാസത്തെ ശമ്പളത്തുക കൊണ്ട് ടിക്കറ്റ് എടുത്ത് കുമാർ തിരുവനന്തപുരത്തേക്കും ധനേഷ് രാജ്, സഹദേവൻ, ജോഷി എന്നിവർ കോഴിക്കോട്ടേക്കും യാത്രയായി. ന്യൂസ് ബ്യൂറോ, ദമാം. ആഗോളതലത്തിൽ ഭീകരത പാടെ ഉന്മൂലനം ചെയ്യുന്നതിന് പോരാട്ടം ശക്തമാക്കണമെന്ന് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. തുർക്കിയിലെ അന്താലിയയിൽ G20 ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാരീസ് ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നതായും സൽമാൻ രാജാവ് പറഞ്ഞു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെ രാജാവ് അനുശോചനം അറിയിച്ചു. ഇന്ത്യൻ സംഗീത ലോകത്തെ മഹാപ്രതിഭകളായിരുന്ന മുഹമ്മദ് റാഫി, കിഷോർ കുമാർ, മുകേഷ് എന്നിവരുടെ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരുക്കുന്ന ഗീത്മാല വരുന്ന വ്യാഴാഴ്ച ബഹ്റിൻ ഇന്ത്യൻ ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബഹ്റിൻ മ്യൂസിക് സിറ്റി ഓർക്കസ്ട്രയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജോസഫ്, ഷിജു, ഷൈജു, കൃഷ്ണദാസ്, ഉണ്ണി, ദിനേശ് മാവൂർ, സജീബക്കർ, രാജൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. 100-ൽ പരം കുട്ടികൾ പങ്കെടുത്ത ക്യാമ്പിൽ ചിത്രകലയുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. തുടർന്ന് നടന്ന ചിത്രരചനാ മത്സരം നല്ല നിലവാരം പുലർത്തിയതായും തങ്ങളുടെ കഴിവുകൾ പൂർണ്ണമായും പ്രകടിപ്പിക്കാൻ കുട്ടികൾക്ക് കഴിഞ്ഞതായും വിധികർത്താക്കൾ വിലയിരുത്തി. പ്രസിഡന്റ് ശൈലേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ഗൾഫ് ദിവാനിയ ഗ്രൂപ്പ് പ്രോപ്പർട്ടി മാനേജർ മുഹമ്മദ് ഷബാബ് ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സ്കൂൾ സെക്രട്ടറി ഡോക്ടർ ഷമിലി P. ജോൺ ശിശുദിന സന്ദേശം നൽകി. സാംസ സമിതി അംഗങ്ങളായ ബാബുരാജ്, വത്സരാജൻ, ഹംസ ചാവക്കാട് എന്നിവർ സംസാരിച്ചു. അനിൽ തിരൂർ, ന്യൂസ് ബ്യൂറോ, ബഹ്റിൻ. 2015 സാംസ ബഹ്റിൻ ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച വർണ്ണോത്സവ് 2015 ചിത്രകലാ ക്യാമ്പ് ശ്രദ്ധേയമായി. കോൺകോർഡ് ഇന്റർനാഷണൽ ഹോട്ടലിലാണ് മത്സരങ്ങളും ക്യാമ്പും നടന്നത്. തുടർ ചികിത്സയ്ക്ക് നാട്ടിലേക്ക് പോകുന്ന ചാലക്കുടി സ്വദേശി ആൻഡോയ്ക്ക് അസീർ പ്രവാസി സംഘം ടിക്കറ്റ് നൽകി. അസീർ പ്രവാസി സംഘം ഖമീസ് ഈസ്റ്റ് യൂണിറ്റ് സെക്രട്ടറി ഷൗക്കത്ത് അലി ആലത്തൂർ ടിക്കറ്റ് കൈമാറി. ഷാജി തിരുവനന്തപുരം, അഹമ്മദ് സുബേർ, അശോകൻ മാഹി, പ്രതീഷ്, മൻസൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് ദമാം റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജവഹർ ബാലജനവേദി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ആഘോഷിച്ചു. G. ജോയിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടികൾ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ബിജു കലമല ഉദ്ഘാടനം ചെയ്തു. നവയുഗം സാംസ്കാരിക വേദിയുടെ കോബാർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകയും നവയുഗം കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായിരുന്ന സഫിയ അജിത്തിന്റെ സ്മരണയ്ക്കായി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ഡിസംബർ 11 മുതൽ 2016 ജനുവരി 1 വരെ നീണ്ടു നിൽക്കുന്ന ക്രിക്കറ്റ് ടൂർണമെന്റിൽ സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയിൽ നിന്നുള്ള മികച്ച 32 ടീമുകൾ പങ്കെടുക്കും. ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കായി അജിത് ഇബ്രാഹിം രക്ഷാധികാരിയായി 51 അംഗ സ്വാഗത സംഘം
കമ്മിറ്റി രൂപീകരിച്ചു. ടൂർണമെന്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ടീമുകൾ ഡിസംബർ 1 മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0593624064 എന്ന ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെടണം. കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 14ാമത് വോളിബോൾ ടൂർണമെന്റ് സമാപിച്ചു. ഫൈനലിൽ കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ബെൻഗൺ സ്പോർട്സ് ജുബൈലിനെ 3-2 പരാജയപ്പെടുത്തി. അബ്ദുൽ കരീം ഹോൾഡിംഗ് കമ്പനി വിന്നേഴ്സ് ട്രോഫി കരസ്ഥമാക്കി. പ്രസിഡന്റ് ശങ്കരൻ ഉണ്ണിയുടെ അധ്യക്ഷതയിൽ കൂടിയ സമ്മാനദാന ചടങ്ങിൽ ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അബ്ദുൽ സലാമിന്റെ സാന്നിധ്യത്തിൽ വിന്നേഴ്സ് ട്രോഫിയും ക്യാഷ് അവാർഡും അബ്ദുൽ കരീം ഹോൾഡിംഗ് കമ്പനി ഡിവിഷണൽ മാനേജർ അഹമ്മദ് എച്ച് അൽഹാജി വിതരണം ചെയ്തു. ഇന്ത്യയിൽ അസഹിഷ്ണുത വളർന്നു വരികയാണെന്നും ആക്ഷേപങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കുന്നതാണെന്നും കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാനപരമായി തികഞ്ഞ സൗഹാർദ്ദ അന്തരീക്ഷമാണ് ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ളതെന്നും അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. പോലീസ് നിയമന തട്ടിപ്പ് കേസിലെ പ്രതി ശരണ്യയുടെ രഹസ്യമൊഴിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഗുരുതര പരാമർശം. ആഭ്യന്തരമന്ത്രിയുടെ ആലപ്പുഴയിലെ ക്യാമ്പ് ഓഫീസിൽ രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് മൊഴിയിലുണ്ട്. തന്നെ ചെന്നിത്തലയുമായി ബന്ധപ്പെടുത്തിയത് യൂത്ത് കോൺഗ്രസ് നേതാവ് നൈസലാണെന്നും മൊഴിയിൽ പറയുന്നു. മജിസ്ട്രേറ്റിന് മുമ്പാകെ നൽകിയ ശരണ്യയുടെ രഹസ്യമൊഴി പീപ്പിൾ TV പുറത്തുവിട്ടു. ഹരിപ്പാട് കേന്ദ്രീകരിച്ച് പോലീസിൽ ജോലി വാഗ്ദാനം നൽകി കോടികളുടെ തട്ടിപ്പ് നടത്തിയതിന് പിന്നിൽ താനല്ല പ്രതിയെന്നും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസാണെന്നും കേസിലെ പ്രതി ശരണ്യ. ഹരിപ്പാട് മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിലാണ് ആഭ്യന്തരമന്ത്രിയുടെയും ഓഫീസ് ജീവനക്കാരുടെയും പേര് പറഞ്ഞ് കുറ്റപ്പെടുത്തി മൊഴി നൽകിയിരിക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം കായംകുളം ഡിവൈഎസ്പി തന്നെ ക്രൂരമായി മർദ്ദിച്ചതായും ചെന്നിത്തലയുടെയും ക്യാമ്പ് ഓഫീസിന്റെയും യൂത്ത് കോൺഗ്രസ് നേതാവിന്റെയും പേര് പുറത്തു പറയരുതെന്ന് ക്രൈംബ്രാഞ്ച് SP ഭീഷണിപ്പെടുത്തിയതായും മൊഴിയിൽ സൂചിപ്പിക്കുന്നു. പോലീസ് നിയമനത്തിനുള്ള കേരള പോലീസിന്റെ സീലും PSCയുടെ സീലും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കൊണ്ടുവന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഉത്തരവുകളിൽ പതിച്ചതെന്നും ശരണ്യയുടെ 14 പേജുള്ള മൊഴിയിൽ സൂചിപ്പിക്കുന്നു. ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച വേളയിൽ നമുക്ക് ആളുകളെ എത്തിക്കുന്ന ആളാണ് താനെന്ന് പറഞ്ഞാണ് ആഭ്യന്തരമന്ത്രിയെ തന്നെ പരിചയപ്പെടുത്തിയതെന്നും മൊഴിയിൽ സൂചിപ്പിക്കുന്നു. മുഖ്യമന്ത്രിക്ക് പിന്നാലെ ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസും കോടികളുടെ തട്ടിപ്പുകളിൽ ഇടപെട്ടതായുള്ള വാർത്തകളാണ് ഇതോടെ പുറത്തായിരിക്കുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പീപ്പിൾ ബിഗ് ഇമ്പാക്ട്. പോലീസ് നിയമന തട്ടിപ്പിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. തൃക്കുന്നപ്പുഴ SI സന്ദീപ്, സിവിൽ പോലീസ് ഓഫീസർ പ്രദീപ് എന്നിവരെയാണ് ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തത്. നിയമന തട്ടിപ്പ് സംബന്ധിച്ച പീപ്പിൾ വാർത്തയെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ മാസം 27-നാണ് കായംകുളം കേന്ദ്രീകരിച്ച് നടന്ന പോലീസ് നിയമന തട്ടിപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടത്. തുടർന്നുള്ള ദിവസങ്ങളിൽ കേസിലെ ഉന്നത ബന്ധങ്ങളെക്കുറിച്ചും പീപ്പിൾ TV വാർത്ത നൽകിയിരുന്നു. ശരണ്യയുടെ വീട്ടിൽ നടന്ന റെയ്ഡിൽ നിരവധി രേഖകളും പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഞങ്ങളുടെ ആലപ്പുഴ പ്രതിനിധി ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ സ്വന്തം ജില്ലയിലാണ് പോലീസിൽ ജോലി വാഗ്ദാനം നൽകി കോടികളുടെ തട്ടിപ്പ് നടന്നത്. തൃക്കുന്നപ്പുഴ സ്വദേശി ശരണ്യയാണ് തട്ടിപ്പിന് പിന്നിൽ. രമേശ് ചെന്നിത്തലയുടെ പേര് ഉപയോഗിച്ചും തട്ടിപ്പ് നടത്തിയതായി തട്ടിപ്പിന് ഇരയായവർ പറയുന്നു. ഈ കാലയളവിൽ സംശയം പ്രകടിപ്പിക്കുകയും ഞങ്ങളുടെ ഈ സംശയം അവർ മാറ്റുവാൻ വേണ്ടിയിട്ട് നമ്മുടെ രമേശ് ചെന്നിത്തല സാറ് എൻ്റെ ഏറ്റവും അടുത്ത കക്ഷിയാണ്. രമേശ് ചെന്നിത്തല സാറും അറിഞ്ഞതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും പല പോലീസ് ഓഫീസറുടെയും ആണെന്ന് പറഞ്ഞ് ഫോൺ വഴി ഞങ്ങളെ സംസാരിപ്പിക്കുകയും ചെയ്തു വിശ്വസിപ്പിക്കുകയാണ് ഉണ്ടായത്. 75,000 രൂപയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. സ്റ്റോർ കീപ്പർ എന്ന തസ്തികയിലാണ് എനിക്ക് ജോലി വാഗ്ദാനം ചെയ്തത്. എൻ്റെ കയ്യിൽ നിന്ന് SLC ബുക്ക്, വോട്ടർ ID ഇതൊക്കെ കൈപ്പറ്റിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് തിരികെ കിട്ടിയിട്ടില്ല. സംഭവത്തിന് പിന്നിൽ ഉന്നത ബന്ധങ്ങളുണ്ടോ എന്നും പോലീസ് അന്വേഷണം നടത്തി വരുന്നുണ്ട്. തട്ടിപ്പ് നടത്തിയ ശരണ്യയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കേരള പോലീസിന്റെ വ്യാജസീലും നിരവധി നിയമന ഉത്തരവും പിടിച്ചെടുത്തു. പ്രതികളെ ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. മെമ്മോകൾ വ്യാജമായി ഉണ്ടാക്കിയ റെക്കോർഡുകൾ കണ്ടിട്ടുണ്ട്. മറ്റ് അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രതിയെക്കുറിച്ച് തെരച്ചിൽ നടത്തുന്നു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സോളാർ കേസിൽ സത്യം തുറന്നു പറഞ്ഞാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ രാജിവെക്കേണ്ടി വരുമെന്ന് ബിജു രാധാകൃഷ്ണൻ. സോളാർ കമ്മീഷന് മൊഴി നൽകവെയാണ് ബിജുവിന്റെ വെളിപ്പെടുത്തൽ. 2.5 വർഷത്തിനകം ജയിലിൽ നിന്ന് ഇറക്കാമെന്ന് വാഗ്ദാനം നൽകിയതുകൊണ്ടാണ് ഇതുവരെ ഒന്നും പറയാതിരുന്നതെന്നും കമ്മീഷന് നൽകിയ പ്രത്യേക അപേക്ഷയിൽ ബിജു വെളിപ്പെടുത്തി. സോളാർ കേസ് അന്വേഷണ റിപ്പോർട്ടിൽ കാണാത്തതും മാധ്യമങ്ങളിലൂടെ ഇതുവരെ പുറത്തുവരാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടെന്ന് ബിജു രാധാകൃഷ്ണൻ കമ്മീഷന് നൽകിയ അപേക്ഷയിൽ പറയുന്നു. 2.5 വർഷത്തിനകം ജയിലിൽ നിന്നിറക്കാമെന്ന വാഗ്ദാനമാണ് തൻ്റെ വായടപ്പിച്ചത്. പക്ഷേ വാഗ്ദാനം നൽകിയവർ തന്നെ മണ്ടനാക്കുകയാണ്. സോളാർ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ രാജിവെക്കേണ്ടി വരും. അങ്ങനെ രാജിവെക്കുന്നവരെ പൊതുജനം കല്ലെറിയും.
സർക്കാരിൻ്റെ പദവികളും അധികാരങ്ങളും ഉപയോഗിച്ച് പങ്കാളിത്ത വ്യവസ്ഥയുണ്ടാക്കി വൻ തുകകൾ കൈപ്പറ്റിയവരുണ്ട്. സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടാക്കിയിട്ടില്ല എന്ന് ഇനിയും പറഞ്ഞാൽ അത് പൊതുജനത്തെ കഴുതകളാക്കലാണെന്നും ബിജുവിൻ്റെ അപേക്ഷയിൽ പറയുന്നു. തൻ്റെ കുഞ്ഞിനെ കളവ് പഠിപ്പിച്ച് കള്ളസാക്ഷി പറയിപ്പിച്ച് കേസിൽ കുടുക്കിയെന്നും അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ മാസം 23-ന് തൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കമ്മീഷന് മുൻപിൽ ഹാജരാക്കാൻ അനുമതി നൽകണമെന്നും തൻ്റെ അപേക്ഷയുടെ പകർപ്പ് മാധ്യമങ്ങൾക്ക് നൽകാൻ അനുവദിക്കണമെന്നും ബിജു രാധാകൃഷ്ണൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അപേക്ഷയുടെ പകർപ്പ് മാധ്യമങ്ങൾക്ക് നൽകാൻ കമ്മീഷൻ അനുവദിച്ചില്ല. ബിജു രാധാകൃഷ്ണന്റെ മാനസിക സമ്മർദ്ദം കണക്കിലെടുത്ത് തുടർന്നുള്ള വിസ്താരം ഈ മാസം 30-ലേക്ക് മാറ്റിയതായി ജസ്റ്റിസ് ജി ശിവരാജൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക പരമോന്നത മാധ്യമ പുരസ്കാരം കൈരളി TV MDയും ചീഫ് എഡിറ്ററുമായ ജോൺ ബ്രിട്ടാസിന് ഈ മാസം 21-ാം തീയതി ചിക്കാഗോയിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ചാണ് പുരസ്കാര വിതരണം. ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സെമിനാറും ജോൺ ബ്രിട്ടാസ് അവതരിപ്പിക്കും. മാധ്യമങ്ങളും സമകാലീന ഇന്ത്യയും എന്ന വിഷയമാണ് ബ്രിട്ടാസ് അവതരിപ്പിക്കുക. മതശക്തികൾക്ക് മാധ്യമങ്ങളിലെ സ്വാധീനം എന്ന വിഷയം അവതരിപ്പിക്കുന്നത് ഗുരുരത്നം ജ്ഞാന തപസ്യയാണ്. യുവ വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി KSIDC വനിതാ സംരംഭക ഉച്ചകോടി സംഘടിപ്പിക്കുമെന്ന് MD ഡോക്ടർ ബീന IAS. ഇതിന്റെ പ്രചരണാർത്ഥം കൊച്ചിയിൽ ഇറങ്ങിയേറിയ ഫ്ലാഷ് മോബ് കാഴ്ചക്കാർക്ക് വിരുന്നായി. അല്ലെങ്കിലും വൈകുന്നേരങ്ങളിൽ കൊച്ചി തിരക്കിലമരും. തിരക്കിന്റെ പിടിയിലമർന്ന കൊച്ചി സെൻട്രൽ മാളിലെത്തിയവർ ആദ്യം ഒന്ന് അമ്പരന്നു, പിന്നെ ആസ്വദിച്ചു. കാര്യം തിരക്കിയപ്പോഴാണ് കൊച്ചിയിൽ 19-ാം തീയതി നടക്കാൻ പോകുന്ന വനിതാ സംരംഭക ഉച്ചകോടിയുടെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി ആൽബർട്ടൺ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾ സംഘടിപ്പിച്ച ഫ്ലാഷ് മോബാണിതെന്ന്. വനിതാ സംരംഭക ഉച്ചകോടിയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ MD M ബീന IAS പറയും. നമ്മുടെ വനിതാ സംരംഭകർക്ക് ഒരുപാട് നീഡ്സ് ഉണ്ട്. ഈ ആവശ്യങ്ങൾക്ക് കേറ്റർ ചെയ്യാൻ ഉതകുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഒരുമിച്ച് സമഗ്രമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഒരു കൊടക്കീഴിലേക്ക് കൊണ്ടുവരിക, അതാണ് നമ്മൾ വി സമ്മിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംരംഭകത്വ രംഗത്ത് കേരളത്തിലെ വനിതകൾ കൈവരിച്ച പുരോഗതി ഈ ഉച്ചകോടിയിലൂടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ക്ഷണിക്കപ്പെട്ട 1000-ലേറെ വനിതാ സംരംഭകർക്ക് വ്യവസായ മേഖലയിലെ വമ്പന്മാരുമായും ഇ-കൊമേഴ്സ് വിദഗ്ധരുമായും നേരിട്ട് ചർച്ചകൾ നടത്താനുള്ള അവസരമുണ്ടാകും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് വി ക്യാൻ എന്ന് പേരിട്ടിരിക്കുന്ന ഉച്ചകോടിക്ക് തിരിതെളിയിക്കുക. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. കേരള അഡ്വർടൈസിംഗ് അസോസിയേഷൻ 4 വർഷം കൂടുമ്പോൾ സംഘടിപ്പിക്കുന്ന K3A ആഡ് ഫെസ്റ്റ് 2015 നവംബർ 27, 28, 29 തീയതികളിൽ വയനാട് വൈത്തിരി വില്ലേജ് റിസോർട്ടിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരസ്യമാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ബിസിനസ്, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഫെസ്റ്റിൽ പങ്കെടുക്കും.